മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഗാമ ഫംഗ്ഷൻ. ഗാമ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാമ ഓഫ് പി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് ഗാമ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ ഗാമ ഫംഗ്ഷൻ്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയണത് ഗാമ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിനെ കുറിച്ചാണ്. ഇവിടെ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ഏത് നോൺ നെഗറ്റീവ് പി എടുത്തു കഴിഞ്ഞാലും ഗാമ ഓഫ് പി എന്ന് പറയണത് പിയുടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സിനെ എഫ് ഓഫ് എക്സ് കോമ പി എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഗാമ ഓഫ് പി എന്തായിരിക്കും? ഗാമ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സിനെ നമ്മൾ ഇപ്പോൾ എഫ് ഓഫ് എക്സ് കോമ പി എന്ന് ഡിനോട്ട് ചെയ്ത സ്ഥിതിക്ക് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് കോമ പി ഡി എക്സിന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരു ലോക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവെല്ലിൽ മാത്രമല്ല ഒരു പോയിന്റിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക? കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് എനോട് ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ മനസ്സിലായി, ഇതൊരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ഒരു ലോക്കൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഏത് നോൺ നെഗറ്റീവ് പി എടുത്തു കഴിഞ്ഞാലും P1 P2 എന്ന് പറയുന്ന ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ? 0 ലെസ് ദാൻ P1 ലെസ് ദാൻ P ലെസ് ദാൻ P2 ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ രീതിയിൽ P1 P2 എന്ന് പറഞ്ഞ രണ്ട് പോയിൻറ്റ്സിന് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു P1 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാവുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഗാമ ഫംഗ്ഷൻ ഇല്ലേ, ഗാമ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൻ്റ് ഇല്ലേ, ഇതന്നെ എഫ് ഓഫ് എക്സ് കോമ പി തന്നെ അതിൽ പിയുടെ സ്ഥാനത്ത് P1 വരും. എക്സ് 0ൻ്റെയും 1ൻ്റെ ഇടയിൽ വരുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ, അതായത് 1ൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിൽ എക്സിൻ്റെ വാല്യൂ വരുമ്പോൾ എന്താവും? നമ്മുടെ ഗാമ ഫംഗ്ഷൻ്റെ ഈ എഫ് ഓഫ് എക്സ് കോമ പിയിൽ പിയുടെ സ്ഥാനത്ത് P2 വരും. അതൊക്കെ കണ്ടില്ലേ? അതാണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു നോൺ നെഗറ്റീവ് റിയൽ ഫംഗ്ഷനാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ജി ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. അതൊരിക്കലും നെഗറ്റീവ് വാല്യൂസ് എടുക്കില്ല. അതേപോലെ ഓപ്പൺ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റിയിൽ ഇത് നൈസ് ആണ്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് നമ്മൾ നൈസ് ഇനഫാന്ന് പറയുക? ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നൈസ് ഇനഫാന്ന് പറയണത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആവുമ്പോഴാണ് നമ്മളതിനെ നൈസ് ഇനഫാന്ന് പറയാം. ഇനി അതുപോലെ തന്നെ എന്താ? 0 ലെസ് ദാൻ P1 ലെസ് ദാൻ P ലെസ് ദാൻ P2 ലെസ് ദാൻ ഇൻഫിനിറ്റിയാണ്. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ജി ഓഫ് എക്സ് നോൺ നെഗറ്റീവ് റിയൽ ഫംഗ്ഷനാണ്, നൈസാണ്. പിന്നെ ഈ P1 P2 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ തന്നെ എടുക്കണത്. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് കാണാം. മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് എക്സ് റേസ് ടു P മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ അത് നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് മോഡ് കളഞ്ഞാലും സെയിം ആൻസർ തന്നെ കിട്ടും. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടും. ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആർബിട്രറി വാല്യൂസ് P1നും നമ്മുടെ എക്സിന് ആർബിട്രറി വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് മോഡ് എഫ് ഓഫ് എക്സിനേക്കാളും വലുതാണ് ജി ഓഫ് എക്സ് എന്നുള്ളത്. ഇനി നമുക്ക് ഇൻ്റഗ്രൽ 0 to infinity ജി ഓഫ് എക്സ് ഡി എക്സ് കാണാം. അപ്പോൾ അതെന്താ വരിക? ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു P1 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to infinity എക്സ് റേസ് ടു P2 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആണ് കിട്ടും. നമ്മൾ രണ്ട് ഇൻ്റർവെല്ല് വെച്ചിട്ടുണ്ടല്ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ആ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഈ സംഭവം എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ ഇൻ്റഗ്രൽ 0 to infinity എക്സ് റേസ് ടു P1 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to infinity എക്സ് റേസ് ടു P2 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആണ്. നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് മാത്രം മാറ്റി കൊടുത്താൽ എന്തായാലും ഇതിനേക്കാളും ചെറുതായിരിക്കും ഇൻ്റഗ്രൽ 0 to infinity ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഓഫ് P1 ആണ്, ഇത് ഗാമ ഓഫ് P2 ആണ്.
അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഗാമ ഓഫ് P1 പ്ലസ് ഗാമ ഓഫ് P2. ഇതെങ്ങനെ പോയാലും എന്താ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്നും കിട്ടി. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റിയൽ ഫംഗ്ഷനാണ്, 0 ഇൻഫിനിറ്റിയിൽ നൈസ് ഇനഫ് ആണ്. പിന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നും കിട്ടി. അപ്പോൾ നമ്മുടെ തിയറം 4.5.1 അത് വെച്ചിട്ട് അതിൽ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, അത് നൈസ് ഇനഫാണ്. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് ഒരു നോൺ നെഗറ്റീവ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെ? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സും ആവണം, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയും ആവണം. ഇവിടെ നമുക്ക് എന്താ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഗാമ ഓഫ് പി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പി ഡി എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. നമ്മുടെ ഈ തിയറത്തിൻ്റെ കണ്ടിന്യൂറ്റി പാർട്ട് എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയും അതേപോലെ മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സും ആണെന്നുണ്ടെങ്കിൽ എഫ് ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് കിട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? ഡിഫറൻഷ്യബിലിറ്റീനെ കുറിച്ചാണ്. കുറച്ച് നേരത്തെ പറഞ്ഞത് കണ്ടിന്യൂറ്റിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റീനെ കുറിച്ചാണ്. പറയുന്നത് എന്താ? ഏത് നോൺ നെഗറ്റീവ് പി എടുത്തു കഴിഞ്ഞാലും ഗാമ പി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ nth ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? ഗാമ എൻ ഓഫ് പി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ് ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം മറ്റേ കണ്ടിന്യൂറ്റിയുടെ തിയറത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ പ്രോപ്പർട്ടിയുടെ പ്രൂഫിന് പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് കോമ പി ഈക്വൽ ടു എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഗാമ ഓഫ് പി എന്തായിരിക്കും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോമ പി ഡി എക്സ് ആണ് കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? ഡോ ഓഫ് ബൈ ഡോ പി കാണണം. അപ്പോൾ ഡോ ബൈ ഡോ പി ഓഫ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് കണ്ടു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി ആണ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. നമ്മൾ ഈ ബാക്കി എക്സ് റേസ് ടു പി മൈനസ് 1ൻ്റെ മാത്രം എന്ത് കണ്ടാൽ മതി? ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ ഇത് എ റേസ് ടു എക്സ് എന്നുള്ള ഫോമിലല്ലേ, ഇവിടെ പി ആണല്ലോ വേരിയബിൾ വരണേ. അപ്പോൾ എ റേസ് ടു എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് ലോഗ് എ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ ഡോ ഓഫ് ബൈ ഡോ പി കിട്ടി. അപ്പോൾ ഡോ ഓഫ് ബൈ ഡോ പി എന്ന് പറയുന്നത് എന്താ? ഏത് നോൺ നെഗറ്റീവ് പി എടുത്താലും ഏത് നോൺ നെഗറ്റീവ് എക്സ് എടുത്തു കഴിഞ്ഞാലും ഡിഫൈൻഡ് ആണ്. ഇതെല്ലാം എല്ലാത്തിലും ഡിഫൈൻഡ് അല്ലേ, അപ്പോൾ എല്ലാ പോസിറ്റീവ് വാല്യൂസിനും ഡിഫൈൻഡ് ആയതുകൊണ്ട്. ഇനി നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയും അതേ കണ്ടിന്യൂറ്റി പോലെ തന്നെ എന്താ? ഒരു ലോക്കൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് നോൺ നെഗറ്റീവ് പി എടുത്തു കഴിഞ്ഞാലും നമുക്ക് P1 P2 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇതേപോലെ 0ൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതെങ്ങനെ ഡിഫൈൻ ചെയ്തത്? 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ എക്സ് എടുക്കുമ്പോൾ എക്സ് റേസ് ടു P1 മൈനസ് 1 ഇൻറ്റു മൈനസ് ലോഗ് എക്സ്. എക്സ് 1ൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിൽ എടുക്കുമ്പോൾ ജി ഓഫ് എക്സ് എന്താവും? എക്സ് റേസ് ടു P2 ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് കിട്ടി? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് റിയൽ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ഓപ്പൺ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റിയിൽ നൈസും ആണ്. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത പോലെ തന്നെ എന്താ? 0 ലെസ് ദാൻ P1 ലെസ് ദാൻ P ലെസ് ദാൻ P2 ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ഡോ ഓഫ് ബൈ ഡോ പി കാണും. അപ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് ലോഗ് എക്സ് ചെയ്തു വരുമ്പോൾ ലെസ് ദാൻ ജി ഓഫ് എക്സ് ആണ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഇൻ്റഗ്രൽ കാണും. അപ്പോൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കണ്ടു. അപ്പോൾ എന്താ? 1 ടു ഇൻഫിനിറ്റി എക്സ് വരുമ്പോൾ നമ്മുടെ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? എക്സ് റേസ് ടു P2 ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു P2 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്
ഇതെന്തായിരിക്കും? ലെസ് ദാൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആവുമല്ലോ. ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തു. ഈ ടേം എന്താ? ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഓഫ് P2+1 അല്ലേ? ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? x⁻p−1 സ്ഥാനത്ത് x⁻p2+1 -1. അപ്പോൾ പിയുടെ സ്ഥാനത്ത് എന്താ വന്നത്? P2+1 വന്നു. അപ്പോൾ ഇതെന്താ? ഗാമ ഓഫ് P2+1 ആണ്. ഗാമ ഓഫ് P2+1 എന്ന് പറഞ്ഞാൽ അതെന്താ? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ ഇൻ്റഗ്രൽ 0 to 1 കാണണം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 g(x) dx കണ്ടു. അപ്പോൾ എന്താ? ഇൻ്റഗ്രൽ 0 to 1 x⁻p1 - 1 × -log x dx. മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് ഓഫ് എക്സ് ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/x. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x⁻p1 - 1 log ഓഫ് 1/x dx എന്ന് കിട്ടി. ഇനി നമ്മൾ u = 1/x കൊടുക്കുക. 1/xന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ du എന്താ വരിക? du എന്ന് പറഞ്ഞാൽ -1/x² dx കിട്ടും. അപ്പോൾ അതിന് നമുക്ക് -1/x × 1/x എന്ന് എഴുതിക്കൂടെ? -1/x². അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/x എന്ന് പറഞ്ഞാൽ u ആണ്. അപ്പം -u × u. അപ്പം -u² എന്ന് വരും. അപ്പോൾ du = -u² dx വരും. അതായത് dx = -du/u² എന്ന് കിട്ടി. അപ്പം നമ്മുടെ ഇതെന്താവും? ലിമിറ്റും അതേപോലെ മാറും. ഇതിപ്പോൾ എക്സ് 0ലേക്ക് പോകുമ്പോൾ u എന്താവും? u എന്ന് പറഞ്ഞാൽ 1/x അല്ലേ? അപ്പോൾ 1/0 ഇൻഫിനിറ്റി. എക്സ് 1ലേക്ക് പോകുമ്പോൾ u 1ലേക്ക് തന്നെ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 1 u⁻1 - p1 log u du/-u². ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി u⁻1 - p1 log u du എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇല്ലേ, അത് വെച്ചിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മളിവിടെ log uവിനെ എടുക്കണം. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് u⁻1 - p1. ഇവിടെ ചെയ്യുമ്പോൾ log u × ഇൻ്റഗ്രൽ u⁻1 - p1 ഇൻ്റഗ്രൽ ഓഫ് log uവിൻ്റെ ഡെറിവേറ്റീവ് 1/u. 1/u × ഇൻ്റഗ്രൽ u⁻1 - p1 dx ഹോൾ dx എന്ന് വരും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? u⁻p1/-p1 × log u ലിമിറ്റ് 1 to ഇൻഫിനിറ്റി പ്ലസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി u⁻p1/p1 × 1/u du എന്ന് കിട്ടും. അപ്പോൾ ഇതിവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ സാധനം മൊത്തം എന്തായാലും 0 ആയിട്ട് പോകും. അതായത് നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴേ യുവിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ യുവിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ u⁻p1 എന്ന് പറഞ്ഞാൽ 1/u⁻p1 അല്ലേ? അപ്പോൾ 1/∞ സംതിങ് എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് 0. ഇനി 1 കൊടുക്കണേ. ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ log u. അപ്പോൾ log 1 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പോഴും ഇത് 0 ആയിട്ട് പോകും. അപ്പോൾ ഈ മൊത്തം ടേം എന്താ? 0 ആയിട്ട് പോയി. ഇനി ഈ ടേം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1/p1 ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി u⁻1 - p1 du എന്ന് കിട്ടും. അതായത് 1/p1 × u⁻p1/-p1 ലിമിറ്റ് 1 to ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? -1/-p1 വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? 1/p1 × 1/p1 1/p1². ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി g(x) dx = ഇൻ്റഗ്രൽ 0 to 1 g(x) dx പ്ലസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി g(x) dx. അതെന്താ? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. അതായത് ഇതും സെപ്പറേറ്റ് ആയിട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് മൊത്തം സാധനം എന്താവും? ലെസ് ദാൻ ഇൻഫിനിറ്റി ആവും. അപ്പോൾ നമ്മുടെ തിയറം 4.5.1 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പാർട്ടിൽ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ∂f/∂p ലെസ് ദാൻ g(x) ആവണം. അതേപോലെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി g(x) dx ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ f(xp) ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറയണത്. അതേപോലെ അതിൻ്റെ nth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും സാറ്റിസ്ഫൈഡ് ആയില്ലേ? മോഡ് ∂f/∂p ലെസ് ദാൻ g(x) ആണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി g(x) എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്.
അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി പാർട്ടിൻ്റെ എല്ലാ ഹൈപ്പോത്തസിസും നമ്മുടെ എഫ് ഓഫ് എക്സ് പി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ ഓഫ് പി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോമ പി ഡി എക്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് കിട്ടി. നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഗാമ ഡാഷ് ഓഫ് പി ദാറ്റ് ഈസ് ഡി ബൈ ഡി പി ഓഫ് ഗാമ പി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡോ എഫ് ബൈ ഡോ പി ഡി എക്സ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഡോ എഫ് ബൈ ഡോ പി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അത് കിട്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒന്നും കൂടിയും ഇതിൽ മറ്റേ ഡിഫറൻഷ്യബിലിറ്റി പാർട്ടില്ലേ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗാമ ഡബിൾ ഡാഷ് ഓഫ് പി കാണണം. നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ മോഡുലസ് കാണുമ്പോൾ ലെസ് ദാൻ ജി ഓഫ് എക്സ് കിട്ടും. അതുപോലെ ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് കിട്ടും. അപ്പോൾ നമുക്ക് ഗാമ ഡാഷ് ഓഫ് പിയും ഡിഫറൻഷ്യബിൾ ആണ് കിട്ടി. നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റി പാർട്ട് തിയറം 4.5.1ൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പാർട്ട് വെച്ചിട്ട് ഇതും ഡിഫറൻഷ്യബിൾ ആണ് കിട്ടും. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടേമിനല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടേം നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മാത്രമേ പി ഉള്ളൂ. ഈ രണ്ട് ടേമിൽ എന്തില്ല? പി ഇല്ല. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിർത്തിയിട്ട് ഇതിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഇ റേസ് ടു മൈനസ് എക്സ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ലോഗ് എക്സ് വരും. അതായത് എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നമ്മളിതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ വരും? ഇവിടെ ലോഗ് എക്സിൻ്റെ ക്യൂബ് വരും. അങ്ങനെ പോകും. അങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഗാമ ഓഫ് പി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടും. അതിൻ്റെ nth ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ് ആണ് കിട്ടും. വേർ n ഈക്വൽ ടു 0, 1, 2 എക്സെട്ര.